ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ അനാലിസിസ് യൂസിങ് പൈത്തൺ എന്നുള്ള മൊഡ്യൂളാണ് നമ്മളുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് ലെവലിൽ പൈത്തൺ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഡാറ്റ അനാലിസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പം പൈത്തണ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ കോഡ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ്റെ അണ്ടറിൽ ആ കോഡുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഫംഗ്ഷനെ കാൾ ചെയ്യാനാണ് സാധാരണ യൂസ് ചെയ്യൽ. എല്ലാ പൈത്തണിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് നോക്കാം. പൈത്തന് ആദ്യം ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പൈത്തൺ ഡിഫൈൻ ചെയ്യണം, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഡെഫ് ദെൻ നമ്മൾ എന്താണോ ഫംഗ്ഷൻ്റെ നെയിം അത് ചെയ്യുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഗ്രീറ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ ഈഫിലും ഫോർ ലൂപ്പിലൊക്കെ ഉള്ള പോലെ ഒരു കോളൻ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതുപോലെ എന്താ ആക്ഷൻ വേണ്ടത് അതിവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പ്രിന്റ് ഹലോ എന്ന് കൊടുക്കും. ഇനി ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈത്തണിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതിന് ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഹലോ എന്നുള്ള ഈ ഫംഗ്ഷന് ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. എന്താണോ നമ്മളിവിടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നെയിം കൊടുത്ത് ആ നെയിം നമ്മൾ വിളിക്കാം. ഓക്കെ, ഗ്രീറ്റ് ഇവിടെ നെയിം ഇതിൽ ഒരു ആർഗ്യുമെൻറ്റും ഇവിടെ കൊടുത്തിട്ടില്ല. ആർഗ്യുമെൻറ്റ് എന്താണ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഹലോ കിട്ടി. ഇനി ഉദാഹരണത്തിൽ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. ഇനി എവിടെയൊക്കെ നമുക്ക് എവിടെയൊക്കെ ഹലോ വേണോ, ഈ ഹലോ സിമ്പിൾ ആയതുകൊണ്ടാണ് ഹലോ ഗുഡ് മോർണിംഗ്. ഇനി ഇവിടെ ഇതിൽ നെക്സ്റ്റ് ഞാനെന്താ ഉണ്ടാക്കുന്നത്, ഇതിൽ തന്നെ പ്രിന്റ് കൂടി പ്രിന്റ് ഗുഡ് മോർണിംഗ് കൂടി കൊടുക്കും. ഓക്കെ, ഇനി എവിടെ നമുക്ക് ഹലോ ഗുഡ് മോർണിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീറ്റ് മാത്രം കോൾ ചെയ്താൽ മതി. ഇതിനാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷനിൽ കോൾ ചെയ്തു. ഇനി ഉദാഹരണത്തിന് നമുക്ക് ഈ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് പാസ് ചെയ്യില്ല, എങ്ങനെ നോക്കാം. ആർഗ്യുമെന്റ് ഇൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതെങ്ങനെ പാസ് ചെയ്യാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, കാൽക്കുലേറ്റ്. ഇത് കീവേഡാണ് ഡെഫ്, ഇതേപോലെ എപ്പോഴും ഡെഫിൻ ചെയ്തല്ലേ. പിന്നെ ഫംഗ്ഷൻ നെയിമാണ് ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് അണ്ടർസ്കോർ ടോട്ടൽ എന്ന് കൊടുക്കും. എനിക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം എന്തിൻ്റെ,
ഇതിൽ ഞാൻ ഈ നേരത്തെ ഇവിടെ നമ്മൾ എം ടി ആർഗ്യുമെൻ്റ് ആണ് കൊടുത്തത്. ഇതിൽ ഞാൻ 2 ആർഗ്യുമെൻ്റ് കൊടുക്കാം. ഏതൊക്കെയാണ്? പ്രൈസ്, ഇതിന് ബ്രാക്കറ്റിനുള്ളിൽ പ്രൈസ് കൊടുക്കുന്നു, കോമ ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ക്വാണ്ടിറ്റി ദെൻ നമ്മൾ എന്താക്കുന്നു? റിട്ടേൺ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഓക്കെ, ശേഷം ഇതിൽ നമ്മൾ എന്തെടുക്കുന്നു? പ്രിന്റ് കാൽക്കുലേറ്റ് ടോട്ടൽ. 2 വാല്യൂ അവിടെ കൊടുക്കണം. ഓക്കെ, എന്താ കൊടുക്കണം? 100,5. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, 500 കിട്ടി. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഈ ആർഗ്യുമെന്റ് പ്രൈസ് ക്വാണ്ടിറ്റി എന്നുള്ളത് 2 ആർഗ്യുമെന്റ് നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ വാല്യൂ റിട്ടേൺ ചെയ്യാണ്. പ്രൈസ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇതാണ് എനിക്കുള്ള ഇക്വേഷൻ വരുന്നത്. പിന്നെ ഞാൻ എന്ത് കൊടുത്തു? പ്രിന്റ് കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്നിട്ട് അതിലേക്ക് 2 ആർഗ്യുമെന്റ് ഏതൊക്കെയാണ്? 100ഉം 5 ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അതാണ് ഞാൻ ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാനിവിടെ ചെയ്യാം. ഡെപ്ത് ഏരിയ ഓഫ് സർക്കിൾ. ഓക്കെ, ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ എന്താ കൊടുക്കുന്നത്? ഒറ്റ ആർഗ്യുമെന്റ് കൊടുക്കുന്നു, റേഡിയസ്. ഈ കോളൻ ഇടാൻ മറക്കരുത്. റേഡിയസ് ദെൻ റിട്ടേൺ 3 ഇൻറ്റു അഥവാ 5 ഇൻറ്റു റേഡിയസ് ഇൻറ്റു 14 3.14 ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ് അഥവാ 5r² അല്ലേ സർക്കിളിൻ്റെ ഇത്. ഓക്കെ, ഇനി ഇത് റൺ ചെയ്താൽ ഇവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഏരിയ ഓഫ് സർക്കിൾ എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏത് സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് അറിയുന്നത്, ആ റേഡിയസ് ഈ ഏരിയ ഓഫ് സർക്കിൾ കൊടുത്തിട്ട് നമ്മൾ എന്താക്കിയ പ്രിന്റ് അതിലേക്ക് ആ സർക്കിളിൻ്റെ റേഡിയസും കൊടുത്ത് പ്രിന്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ റേഡിയസ് സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടുമെന്ന് നമുക്ക് കോൾ ചെയ്ത് വെക്കും ഫംഗ്ഷനെ. ഏരിയ സർക്കിൾ ഞാനിവിടെ ഒരു 7 കൊടുക്കും. ഏരിയ ഓഫ് സർക്കിൾ 7 കൊടുത്താലും ഇത് റൺ ആവും. പക്ഷെ എന്താന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ഒരു 14 കൊടുക്കണമെന്നുണ്ടെങ്കിലോ എന്താ മാറ്റിയോ? അല്ല, 615.44. അപ്പോൾ ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ കോളാണ്. കോൾ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വേറൊരു പ്രൈസ് ഇത് കൊടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ 2-3 കാര്യങ്ങൾ ചെയ്തല്ലോ. വീണ്ടും കാൽക്കുലേറ്റ് ടോട്ടൽ ഞാൻ എന്ത് കൊടുക്കുന്നത്? ഒരു 30,6 കൊടുക്കും. അല്ല, 300,6. അപ്പോൾ എത്ര കിട്ടി? 1800 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക്
ഇതുകൊണ്ടുള്ള ഉപകാരം. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ഉപകാരമുണ്ട് നമുക്ക്? ഇതിപ്പോൾ ഓരോന്ന് ഈ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഫങ്ഷനാക്കി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് റീയൂസബിലിറ്റി നമുക്ക് കിട്ടി. ഒന്ന് ഫസ്റ്റ് വൺ റീയൂസബിൾ ആണ്. റീയൂസബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്കുള്ള ഉപകരണം അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ നമുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് നമുക്ക് കിട്ടിയൊരു ഉപകാരമാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ഫങ്ഷനായിട്ടുള്ളതുകൊണ്ട് റീഡബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ദ റീഡബിലിറ്റി. റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ്. അതേപോലെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? ഡീബഗിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ എന്തെങ്കിലും ഇപ്പോൾ ഒന്നിച്ച് ചെയ്തിട്ട് അതിൽ ഡീബഗിങ് ഒക്കെ നമുക്ക് ഡീബഗിങ്ങും ടെസ്റ്റിങ്ങും ഈസി ആക്കാനും ഇതുകൊണ്ട് കഴിയും. ഓക്കെ, ഈസിയർ ഡീബഗിങ് ആൻഡ് ടെസ്റ്റിങ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ കൊണ്ട് ഉപകാരമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ പഠിച്ചത് ഫംഗ്ഷന് ഒരു ആർഗ്യുമെന്റ് കൊടുക്കാതെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡെഫ് എന്ന് കൊടുക്കണം. പിന്നെ എന്താണ് ഫംഗ്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നെയിം, അത് നമ്മൾ ആ ഫംഗ്ഷൻ റിലേറ്റഡ് ആയ നെയിമാണ് സാധാരണ കൊടുക്കില്ല, എന്തും കൊടുക്കാം. ഓക്കെ, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോളൻ ഇടുക, എന്താണ് നമ്മൾ ആക്ഷൻ കൂടെ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഈ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇത്ര സാധനങ്ങൾ നമ്മൾ തിരിച്ചു കോൾ ചെയ്താൽ മതി. ഓക്കെ, റൺ ചെയ്തിട്ട് എൻ്റർ എടുക്കുക. ഓക്കെ, റൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ളത് അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ പഠിച്ചത് എന്താ വെച്ചാൽ ആർഗ്യുമെന്റ് കൊടുത്ത് രണ്ട് ആർഗ്യുമെന്റ് കൊടുത്തു, എന്നിട്ട് റിട്ടേൺ ചെയ്തു. ഈ റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് പ്രിന്റ് ചെയ്താലും കിട്ടും, സെയിം സംഭവം പ്രിന്റ് ചെയ്താലും കിട്ടും. നോക്കാൻ പറ്റും, അങ്ങനെ കിട്ടുമോ? ഈ റിട്ടേൺ പകരം പ്രിന്റ് കൊടുത്താലും ഈ ഫംഗ്ഷൻ വർക്കാവും. ഇനി കാൽക്കുലേറ്റ് അതുകൂടെ 4,8 കൊടുക്കും. 4,8 9 36 കിട്ടി. പക്ഷെ ഈ റിട്ടേൺ കൊടുക്കുന്നത് എന്താ വെച്ചാൽ പ്രിന്റ് കൊടുത്താൽ ഇത് സേവിങ് വരില്ല. ഓക്കെ, റിട്ടേൺ കൊടുത്താൽ നമുക്കത് ഒരു വേറെ വാരിയബിളിൽ പോയിട്ട് നമുക്ക് എന്താക്കാം, അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് പ്രിന്റും റിട്ടേൺ തമ്മിൽ കൊടുക്കുന്നതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും നന്ദി.